നമസ്കാരം. കേരള സ്റ്റോറി ഭാഗം 2 ഗോസ് ബിയോണ്ട് എന്ന ആ സിനിമ ഉണ്ടാക്കിയ വിവാദവും അതിൻ്റെ അലയൊലിയും ഇതുവരെ മാറിയിട്ടില്ല. ആ റിലീസായി കുറേ ദിവസം കൂടി ഒരുപക്ഷെ വിവാദവുമായിട്ട് ഓടാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഓടിക്കാൻ തന്നെയാണ് ചിലരുടെയൊക്കെ ഉദ്ദേശമെന്ന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന സിനിമയെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പാൻ ഇന്ത്യനും അല്ലാത്തതുമായിട്ടുള്ള ചില സിനിമകളുടെ കഥകളെയും പറ്റിയും അതിലെ അവതരണ ശൈലിയെപ്പറ്റിയും നിങ്ങളും ഇതിനെ വിമർശിക്കുന്നവരൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരുപാട് സിനിമകളുണ്ട്, അത്രയൊന്നും പറയുന്നില്ല. ഏതാനും സിനിമകളുടെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കുറച്ച് പഴയ സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒത്തിരി പഴയതൊന്നുമല്ല. ബിഗ് ബി എന്നൊരു സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ സിനിമയാണ്. ഒരു പ്രത്യേക മേക്കിംഗ് ശൈലിയൊക്കെ മലയാളത്തിൽ അവതരിപ്പിച്ച സിനിമയാണ്, സ്ലോ മോഷനൊക്കെയാണ്. ആ സിനിമയിലെ വില്ലൻ ആരാണ്? ഒരു കൊച്ചിൻ മേയറാണ് അതിലെ വില്ലൻ. സായി പടോടി എന്ന് പറഞ്ഞ വേറൊരു വില്ലൻ ഉണ്ടെങ്കിലും അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് കൊച്ചിയുടെ മേയറായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൊച്ചി മേയറെ വല്ലാത്ത ഒരു വൃത്തികെട്ട രീതിയിലാണ്, ഒരു വില്ലൻ സ്വഭാവത്തിലാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നായകനായ മമ്മൂട്ടി തന്നെ ഇയാളെ നേരിൽ പോയി ബ്ലാക്ക്മെയിൽ ചെയ്തു. അയാൾക്ക് സ്വയം വെടിവെച്ച് മരിക്കേണ്ട, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നായകൻ അയാളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്, അയാളത് ചെയ്യുന്നുണ്ട്. ഇന്നോളമുള്ള കൊച്ചിൻ മേയർമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മേയർമാരാണ് മാറി മാറി കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനൊരു കഥ ഈ സിനിമയിൽ വന്നിട്ടും ഒരു മലയാളിക്കും കുരുപൊട്ടിയില്ല. അതെന്തുകൊണ്ടാണ് ആർക്കും കുരുപൊട്ടാഞ്ഞത്? ഒന്നുകിൽ ഇടതുപക്ഷത്തിൻ്റെ മേയറായിരിക്കണമല്ലോ, അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ മേയറായിരിക്കണമല്ലോ. എന്നിട്ടും ആർക്ക് കുരുപൊട്ടിയില്ല. കാരണം കാണുന്നവർക്കറിയാം അതൊരു സാങ്കല്പിക കഥയാണെന്ന്. മനസ്സിലായോ? ഒരു സാങ്കല്പിക കഥയാണ്, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് കാണുന്നവർക്കറിയാം. ഇനി ദി ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമ കുറച്ചുകൂടെ പഴയ സിനിമയാണ്. അതും മമ്മൂട്ടി തന്നെയാണ് അതിലെ നായകൻ. അതിൻ്റെ കഥ എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി വരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെയൊരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊല്ലപ്പെടുന്നത് ആയിട്ടൊരു സിനിമയിൽ കാണിച്ചിട്ട് പോലും ഇവിടെ ഒരു മലയാളിക്കും കുരുപൊട്ടിയില്ല, ഒന്നും വ്രണപ്പെട്ടില്ല, ഒരു വിവാദവുമില്ലായിരുന്നു. കാരണം നമുക്കറിയാം അത് സാങ്കല്പിക കഥയാണെന്ന്. ഇനി ഈ അധികം പഴയതൊന്നുമല്ല, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിലും കേരള മുഖ്യമന്ത്രി കൊല്ലപ്പെടുകയാണ്. പോരെങ്കിൽ നമ്മുടെ എപ്പോഴും പേടി സ്വപ്നമായ മുല്ലപ്പെരിയാറിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേന്ദ്രമന്ത്രിയൊക്കെ ഗൂഢാലോചന ചെയ്യുന്നതായിട്ട് വരെ അതിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും അതും പറഞ്ഞുകൊണ്ടുള്ള വിവാദമൊന്നും ആയിരുന്നില്ല ഇവിടെ. ആ സിനിമയെ കാണിച്ച വേറൊരു ഗുജറാത്ത് സംഭവത്തിനെ പറ്റിയുള്ള വിവാദം മാത്രമായിരുന്നു. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ, അതായത് കേരള മുഖ്യമന്ത്രി കൊല്ലപ്പെടുന്നു, മുല്ലപ്പെരിയാർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുന്നു, ഇത്തരം കാര്യങ്ങൾ വെച്ചൊന്നും ഒരു വിവാദവും ഇവിടെ ഇല്ലായിരുന്നു. കാരണം അതും ഒരു സാങ്കല്പിക കഥയാണ് എന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇനി ജൂനിയർ NTRൻ്റെ ഒരു പഴയ സിനിമയുണ്ട്, രാജമൗലിയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മലയാളം മൊഴിമാറ്റിയൊക്കെ വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിനെ കാണിച്ചിരിക്കുന്ന അധോലോകമായിട്ടാണ്, സകല കൊള്ളരുതായ്മയുടെ കേന്ദ്രമായിട്ടാണ് തിരുവനന്തപുരത്തിനെ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കാണിച്ചിരിക്കുന്ന നിരവധി അന്യഭാഷാ സിനിമകളുണ്ട്. അത് മൊഴിമാറ്റി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, മലയാളത്തിലാക്കി വരുമ്പോൾ ഹൈദരാബാദ് ചിലപ്പോൾ തിരുവനന്തപുരമാവും, അല്ലെങ്കിൽ കൊച്ചിയാവും. അത് തെലുങ്ക് പടമാണ് വരുന്നെങ്കിൽ അവരവിടെ ഹൈദരാബാദായിരിക്കും കാണിക്കുന്നത്. ഇവിടെ വരുമ്പോഴേക്കും അത് തിരുവനന്തപുരമോ കൊച്ചിയാവും. തമിഴ് പടമൊക്കെ അങ്ങനെ തന്നെ മാറി വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഒരു മലയാളിക്കും ഇന്ന് വരെയും കുരുപൊട്ടിയിട്ടില്ല, ഒരു വിവാദവും ഉണ്ടായിട്ടില്ല. ഇനിയാണ് നമ്മൾ കേരള സ്റ്റോറിയെപ്പറ്റി ചിന്തിക്കേണ്ടത്. കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം ഒട്ടുമിക്കവരും കണ്ടതാണ്. അതിനും വലിയ കുരുപൊട്ടലായിരുന്നു. രണ്ടാമത്തെ ഒരു ട്രെയിലർ കാണിച്ചപ്പോൾ തന്നെ കുരുപൊട്ടുന്നു. ആ പൊട്ടൽ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മറ്റ് സിനിമകളിലൊക്കെ ഇതുപോലെ കാണിച്ചിട്ടും ഒരാൾക്കും കുരുപൊട്ടിയില്ല? കേരള സ്റ്റോറിയിലെ ഇങ്ങനൊരു ഭാഗം വന്നപ്പോൾ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ലളിതമായി അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ: കേരള സ്റ്റോറി ഒരു സാങ്കല്പിക കഥയല്ല, അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ നിങ്ങൾ പച്ചയ്ക്ക് സത്യമൊന്നും വിളിച്ച് പറയണ്ട. അതുകൊണ്ടാണ് ഇവർക്ക് കുരുപൊട്ടിയത്. ഇപ്പോൾ മനസ്സിലായോ? ബിഗ് ബി കണ്ടിട്ട് കുരുപൊട്ടിയില്ല, എമ്പുരാൻ കണ്ടിട്ട് കുരുപൊട്ടിയില്ല, ദി ട്രൂത്ത് കണ്ടിട്ട് കുരുപൊട്ടിയില്ല. തെലുങ്ക് പടങ്ങൾ മൊഴിമാറ്റം ചെയ്ത് ഇവിടുത്തെ കേരളത്തിലെ സ്ഥലങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന സിനിമകൾ കണ്ടാലൊന്നും ഒരു മലയാളിക്കും കുരുപൊട്ടില്ല. കാരണം അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതൊക്കെ സാങ്കല്പിക കഥയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കേരള സ്റ്റോറിയിൽ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശിൽ വെച്ച് നടന്നതാണ് ഈ ബീഫ് തീറ്റിക്കുന്നതും മറ്റുമൊക്കെ. കേരളത്തിലാണെന്ന് അതിൽ പറയുന്നില്ല. എന്നിട്ടും കേരള സ്റ്റോറി എന്ത് പേരിട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ വിവാദം മൊത്തം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: അത് നടന്ന കഥയാണ്, അതിന് സത്യവുമായിട്ട് ബന്ധമുണ്ട്, അത് മറ്റുള്ളവർ അറിയാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ചില മലയാളികൾക്ക് ഈ കേരള സ്റ്റോറി ഒന്നും, അതേപോലെ തന്നെ 2ന്റെ ട്രെയിലറും കണ്ടപ്പോൾ കുരുപൊട്ടിയത്. സത്യമാണ് അതിൽ പറയുന്നത് എന്നിവർക്കറിയാം, ആ ബോധ്യം അവർക്കുണ്ട്. മറ്റ് സിനിമകൾ കണ്ട പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഗണത്തിലല്ല, അല്ലെങ്കിൽ സാങ്കല്പിക കഥയാണ് എന്ന ഗണത്തിലേക്ക് ഇതിനെ പെടുത്താൻ പറ്റില്ല. കാരണം ഈ സിനിമ സത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുരുപൊട്ടിയത്.